Okay. Hi. 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 ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് എന്ന ഫെബിയാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ്. നാട്ടിലേക്ക് തിരിച്ച് പോവാണ്. ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം ഞാനും ഇനായയും കൂട്ടിയിട്ട് നാട്ടിലേക്ക് പോവാണ്. ബാക്കി എല്ലാവരും നെക്സ്റ്റ് മന്തൊക്കെയാണ് വരുള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ നാട്ടിലേക്കുള്ള ട്രാവലിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. ഇനായക്ക് ചെറിയ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാനും ഇനായും സാനും പിന്നെ സാറയും ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ജിമ്മി മോളിലുള്ള സെൻറ്റർ പോയിൻറ്റിലാണ്. അവിടെ നിന്ന് ഇവൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള 1-2 ഡ്രസ്സസ് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പാൻസിന് പറ്റിയ കുറച്ച് ടോപ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 1-2 ഐറ്റംസ് എടുത്ത് ഞങ്ങൾ നേരെ സെഫോറയിലേക്ക് വന്നു. അവിടുന്ന് ചെറിയൊരു 2 പ്രോഡക്റ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങി നേരെ മാക്സിലേക്ക് വിട്ടു. മാക്സിന് ആണ് അവൾക്ക് ടോപ്സ് കിട്ടിയിരിക്കുന്നത്. സെൻട്രൽ പോയിൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ചൂടാണ്. അവിടെ ജിമ്മി മോൾ റിനോവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മോളിൻ്റെ അകത്തൂടെ മാക്സിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം പോകുന്ന വഴി ഒരു കോഫിയൊക്കെ കഴിച്ചു. കോഫിയും ഒരു ഡോണറ്റൊക്കെ. കാരണം നമുക്ക് ഇനിയും പണികളുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്ത് തീരുമ്പോഴേക്ക് ശരിക്കും ടയേർഡാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്ക് പോയി. അവിടുന്ന് അവൾക്ക് പറ്റിയ ടോപ്പ് പോലത്തെ ടോപ്സൊക്കെ കിട്ടി. അവിടെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോപ്സ് കിട്ടി. ശേഷം കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലോസി ഹോമിൽ. അവിടുന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു കസ്റ്റമർക്ക് നാട്ടിലേക്ക് ഡയറക്റ്റ് അയക്കേണ്ട കുറച്ചധികം സാധനങ്ങൾ അവിടെ ഞാനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രം ഞാൻ കളക്ട് ചെയ്തു. ബാക്കിയെല്ലാം പിന്നെ ഞാൻ എൻ്റെ മോളെ ഏൽപ്പിച്ചു. അവൾ കളക്ട് ചെയ്തോട്ടെന്ന് ചോദിച്ചു. കാരണം ഈ ഒരു ഐറ്റം ഞാൻ വിത്തിൻ 2 ഡേയ്സ് ഞാൻ പോകുന്നതിന് മുൻപെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം. അതുകൊണ്ട് ആ ഒരു കസ്റ്റമർ ഐറ്റംസ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ അവിടത്തേക്ക് പോയി. അങ്ങനെ അത് കളക്ട് ചെയ്തു. കുറച്ചധികം പണികളെല്ലാം എൻ്റെ പെൻഡിങ് ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ കൊക്മ സിംഗിൾസിന്. അത് കഴിഞ്ഞൊരു 2 ഡേയ്സ് കഴിഞ്ഞപാട് ഞങ്ങൾ തിരിച്ച് UAE പോയിട്ടുണ്ടായിരുന്നു. അപ്പം അൽഹംദുലില്ലാഹ് അതിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു, നല്ല ബുക്കിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് ഓരോന്നും മാർക്ക് ചെയ്ത് കൊറിയർ ടീമിനെ ഏൽപ്പിക്കണം. അത് ആ ഒരു കാര്യം ഞാൻ ചെയ്താലേ നടക്കുകയുള്ളൂ. കാരണം അതല്ലാതെ ഫുൾ ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നേ ബോക്സ് എന്ന് മറ്റേ ഇന്നേ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് കൊടുത്താൽ മതി. ഇതിപ്പോൾ സിംഗിൾസ് ആയതുകൊണ്ട് ചിലർ 1-2 ഐറ്റംസൊക്കെ ആയിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിലർ 3 ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ സോർട്ട് ചെയ്ത് സെറ്റാക്കി അവർക്ക് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു പണിയെല്ലാം കിടക്കുന്നുണ്ട്. മാത്രമല്ല തവണ നാട്ടിൽ വന്നിട്ട് എന്തായാലും ബിസിനസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ, അതായത് സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ 1.5 മാസം നമുക്കിങ്ങനെ അനങ്ങാതിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ബിസിനസ് എല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം. അത് ഇവിടെ നിന്നായാലും അത് കണ്ടിന്യൂ ചെയ്തു പോകണം. അതൊക്കെ ഉദ്ദേശിച്ചുള്ള വരവാണ്. എന്തായാലും 1.5 മാസം ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി പോവാം. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ പാക്കിങ്. അന്ന് രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. പാക്കിങ്ങൊക്കെ അന്ന് പകലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാക്കിങ് ഞാൻ ഇതിനായെല്ലാം കൂടി ചെയ്തു. രാത്രി ഇതാ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാനി ഫുഡ് വാങ്ങുക ചെയ്തത്. അതിനുശേഷം പിന്നെ ലഗേജിൻ്റെ വെയിറ്റ് നോക്കലും അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ ലഗേജിൻ്റെ വെയിറ്റ് നോക്കലെന്ന് പറഞ്ഞാൽ ജെൻക്കൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യം. ഒരു 1/2 kg പോലും എക്സ്ട്രാ ഉണ്ടാകാൻ പാടില്ല. അത്ര സ്ട്രിക്റ്റാണ്. ആ ഒരു ടൈമിൽ ഫുൾ എന്താ പറയുക സീന് മൊത്തം പോക്കായിരിക്കും. കാരണം എൻ്റെ ഐറ്റംസ് എന്തെങ്കിലും സാധനങ്ങളെല്ലാം വെയിറ്റ് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറവായിന്ന് കേൾക്കേണ്ടതെല്ലാം കേൾക്കേണ്ടി വരും. ഞാൻ പിന്നെ വെയിറ്റൊക്കെ പ്രോപ്പറാണെന്ന് ഓരെന്നെ കൺഫേം ചെയ്തു. ഓരെന്നെ വെയിറ്റൊക്കെ നോക്കി. അതിനുശേഷം ഇതാ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് പോവുകയാണ്. നേരെ അബുദാബി എയർപോർട്ടിലേക്ക്. അങ്ങനെ ലഗേജൊക്കെ കറക്റ്റായിരുന്നു. ഞങ്ങളിതാ ഗേറ്റിലേക്ക് വന്നിരുന്നിട്ടുണ്ട്. രാത്രിത്തെ ട്രാവലിംഗ് ആകുമ്പം കുറച്ച് ടയർഡ്നെസ് കൂടുതലാണ്. കാരണം നമ്മൾ തലേന്ന് രാത്രി അവിടുന്ന് വിടും. അപ്പം അത് തൊട്ടുള്ള ഉറക്കെല്ലാം ബ്രേക്കാവും. ഫ്ലൈറ്റിൽ കയറിയിട്ടാണെങ്കിൽ അതും എനിക്ക് നല്ല വൃത്തിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. മക്കളെല്ലാം എന്നാലും ഉറങ്ങും. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അങ്ങനെ
പിറ്റേന്ന് ഇവിടെ എത്തിയപ്പോൾ നല്ല തലവേദനയും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സും ഡ്രിങ്ക്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് തന്നെ ഡിലേ ആണ്. നാട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ 2-3 ഫ്ലൈറ്റ്സ് ഏകദേശം ഒരേ ടൈമിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ബാഗേജ് കിട്ടാനൊക്കെ ലേറ്റായി. നല്ല റഷായിരുന്നു കേട്ടോ. ഒന്നാമത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലേക്ക് വരുന്നൊരു ടൈമാണ്, ഒരു പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ ലഗേജൊക്കെ കിട്ടാൻ നല്ലപോലെ വൈകി. അങ്ങനെ അൽഹംദുലില്ലാ നാട്ടിലെത്തി. ലഗേജൊക്കെ ഓരോ ഭാഗത്ത് വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ എണീറ്റു. മാഷാഅല്ലാഹ് പുറത്ത് വന്ന് കുറച്ച് നേരം ഇരുന്നു. നല്ല മഴയാണ് കേട്ടോ. ഉപ്പയും ഉമ്മയുണ്ടായിരുന്നു. ഉപ്പയായിരുന്നു പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും തക്കാളിക്കറിയും മുട്ട പുഴുങ്ങിയതും മാത്രമാക്കി. കാരണം സാധനങ്ങളൊക്കെ ഇനി വാങ്ങണം. നാട്ടിൽ വന്നതിന് ശേഷമുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ബാക്കിയാണ്. ഗ്രോസറി ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പോവാറ്. അതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം ഉമ്മയും ഉപ്പയെല്ലാം ഇടയ്ക്ക് വന്ന് താമസിക്കുമ്പം അവർക്ക് ഉള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആകെ പച്ചക്കറി അല്ലെങ്കിൽ പിന്നെ മീറ്റ് ഐറ്റംസ് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഫിഷ് ഇങ്ങനത്തത് മാത്രം കുറേശ്ശായിട്ട് എടുത്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോക്ക് ചെയ്യാറ്. ഫ്രിഡ്ജ് എന്തായാലും ഓണാക്കി വെക്കുന്നതാണല്ലോ. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ബോക്സ് എല്ലാം, അതായത് കൊണ്ടുവന്ന ലഗേജ് എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം ഓരോ സ്ഥാനങ്ങളിലേക്ക് വെച്ചു. നാട്ടിലേക്ക് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസാണിത്. കാസ്റ്റ് ആൻഡ് ഈ ഒരു നമ്മുടെ ബ്രേസർ പോട്ട്സ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവിടെ എൻ്റെ കയ്യിൽ 3-4 കളറുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. പിന്നെ കാരബെല്ലിൻ്റെ സെറ്റ്, ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിച്ചൊരു സെറ്റാണിത്. അതിൻ്റെ 2 ഐറ്റം, അതായത് ഫ്രൈങ് പാനും പിന്നെ ഒരു കുക്കിംഗ് പോട്ടും, അത് രണ്ടും എടുത്തു. ബാക്കി ഞാൻ അവിടെ വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സെറ്റാണിത് കേട്ടോ. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ റഫ് യൂസിനെല്ലാം ഓക്കെയാണ്. അങ്ങനെ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓസി ഹോമിൽ നിന്ന് വാങ്ങിയൊരു സ്വീറ്റ് ഐറ്റംസ് ഡിസ്പെൻസർ. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താ അവസ്ഥ എന്നറിയില്ല. ലഗേജിലിട്ടിട്ട് കൊണ്ടുവന്നതല്ലേ, അഥവാ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശം കൂടിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതെല്ലാം തുറന്ന് നോക്കിയത്. അൽഹംദുലില്ലാ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അതായത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതെല്ലാം സാധനം ഇവിടെ റെഡി ഉണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഓരോ വ്ളോഗിനിടയിലോ എങ്ങനെയെങ്കിലും ആയിട്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ആയിട്ട്. എന്തായാലും ഡെയിലി വീഡിയോസെല്ലാം എടുത്തിട്ടൊന്ന് ആക്റ്റീവ് ആണെന്ന് തന്നെയുള്ള ഉദ്ദേശമുണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. അതായത് കംഫർട്ടേഴ്സും ഡിന്നർ സെറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ണോടിച്ച് വന്നിട്ട് മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവളെടുത്തിട്ട് തരാണെങ്കിൽ ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ മൊത്തത്തിലൊന്ന് തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് ഇവിടുന്ന് ഓസി ഹോം എന്നാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡേറ്റ് സ്റ്റോറേജ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ അതിൻ്റെ കൂടെയുള്ള ആ ഒരു പിങ്ക് സംഭവം ഇല്ലേ, അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം വാങ്ങിയത്. ഡേറ്റ്സ് എന്നല്ല, എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ സ്നാക്സൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറേജ് ഡിഷാണ്. എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റ്സ് ഞാൻ ഇടാറുണ്ട്. ഇനി അങ്ങോട്ടും എന്തായാലും അത് നല്ലപോലെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട്
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ട്രെൻഡിയോളിൻ്റെ ഈ ഒരു കാരബെല്ല എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എന്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ഡയറക്റ്റ് വന്ന് കോൺടാക്റ്റ് ചെയ്യാം. കാരബെല്ലിൻ്റെ ആ ഒരു സെറ്റ് നല്ല അടിപൊളി സെറ്റാണ്. പക്ഷേ ഇത് പിന്നെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അറിയില്ല, എന്തായാലും ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല SUP എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 50% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സ്പെഷ്യൽ ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. UAE-യിലുള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലാത്തവർക്ക് ആവശ്യമാണെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ അതിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും പറ്റാറില്ല. എന്നാലും പറ്റുന്നത് പോലെ എത്തിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.